ഗുഡ് മോർണിംഗ്. ഇവിടെയാണോ നടപ്പ് അതോ നടന്നു കഴിഞ്ഞ ശേഷമുള്ള വിശ്രമമാണോ നടന്നതിന് ശേഷം? വിശ്രമം ഇച്ചിരി നേരം. എങ്ങനെയുണ്ട് ഈ പുതിയ സംവിധാനം? എങ്ങനെയുണ്ട്? നല്ല ഇതാണ്, കുഴപ്പമില്ല. എല്ലാ ദിവസവും രാവിലെ ഇങ്ങോട്ട് വരാറുണ്ട്. ഇത് തുടങ്ങിയ ഒരാഴ്ചയായി. അപ്പോൾ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെയൊക്കെ ഈ ഒരു ഇതുപോലത്തെ ഒരു പാലങ്ങളുടെയൊക്കെ അടിഭാഗം എന്നൊക്കെ പറയുന്നത് ഏതൊക്കെ നിലകളിലാകാം എന്നുള്ളത്. ഈ നല്ല രീതിയിൽ ഡെവലപ്മെന്റ് ഉണ്ടാവാം തീർച്ചയായിട്ടും. നല്ല ആശയമാണല്ലേ? നല്ല ആശയം. മാത്രമല്ല നൈറ്റ് ലൈഫ് ഒക്കെ ഗംഭീരമാണ് രാത്രിയിലൊക്കെ. പിന്നെ ഇവിടെ ഞങ്ങളൊക്കെ സാധാരണ ഇരിക്കാറുണ്ട് ഇപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ വളരെ സന്തോഷകരമായിട്ട്. കുടുംബസമേതം വന്നിരിക്കും. കൊല്ലത്തിന് നൈറ്റ് ലൈഫ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതെ. ആംബിയൻസ് ഉള്ള ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെ കൊല്ലത്തിനിപ്പം നല്ല ഗംഭീരമായ ബീച്ചുണ്ട്. ഈ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കൊതിതൊക്കെ പറയുന്ന വിലകളെ കൂടി കേരളത്തിലെ ഏറ്റവും നല്ല സ്ഥലം ആശ്രാമം മൈതാനത്ത് ഏറ്റവും ബെസ്റ്റ് സ്ഥലം കൊല്ലം. ഗംഭീര മൈതാനമാണ്. 2.5 കിലോമീറ്റർ നടന്നു തീരില്ല. 2.5 കിലോമീറ്റർ ഉണ്ട്. രാവിലെ നടന്ന വൈകുന്നേരം തീരുള്ളൂ. അല്ല നമ്മൾ നമുക്കിതാ ഇത് ഓരോന്ന് കണ്ട് ആണോ? പിന്നെന്താ വേണം, പാട്ടൊക്കെ പാടുന്നു. പേര് എൻ്റെ പേര് MM സിദ്ദിഖ്. ഞാൻ കേരള യൂണിവേഴ്സിറ്റി വചനോത്സവത്തിൽ മിമിക്രി ഉപന്യാസ രചന തുടങ്ങി. രണ്ടെന്റെ ഉപന്യാസവും മിമിക്രി. അടിപൊളി കഥ എഴുതുന്ന ആളാണ്. ഇത് ശരി. പാട്ട് പാടും. പാട്ട് ഈ ശബ്ദം വെച്ചുള്ള പാട്ടൊക്കെ പിന്നെ ഞങ്ങളെല്ലാം കൂടെ വേണമെങ്കിൽ ഒരു പാട്ട് പാടാം. നിങ്ങൾ റെഡിയാണോ? മുഖ്യ ഗായകൻ അല്ലേ? കൂടെ കൂടും പ്രശസ്ത ഗായകനാണ്. നിങ്ങളുടെയൊക്കെ ഒരു കൂട്ടായ്മയിലെ പ്രധാനപ്പെട്ട പാട്ടുകാരനാണോ? ഏതാ ഇദ്ദേഹം പാടുക നിങ്ങൾ ഏറ്റവും അധികം ആസ്വദിക്കുന്ന ഒരു പാട്ട്? നമുക്ക് അങ്ങ് സജസ്റ്റ് ചെയ്യാന്ന്. മണിച്ചേട്ടന്റെ പാട്ട്. മണിയുടെ പാട്ട് ഞാൻ പാടാറില്ല. എന്നാ ശരി, ഇഷ്ടമുള്ള പാട്ട്. ഞാൻ കൈതോല പായ വിരിച്ച് പായേലൊരു പറന്നെല്ല് പൊലിച്ച് കാതുകുത്താൻ എപ്പ വരും നിൻ്റങ്ങളമാര് പൊന്നേ, കാതുകുത്താൻ എപ്പ വരും നിൻ്റങ്ങളമാര് പൊന്നേ. കുന്നത്തങ്ങാടി ഷാപ്പിൽ കയറി പള്ള നിറയെ കള്ളും കുടിച്ച്, കുന്നത്തങ്ങാടി ഷാപ്പിൽ കയറി പള്ള നിറയെ കള്ളും കുടിച്ച് ആടിട്ടെപ്പ വരും നിൻ്റങ്ങളമാര് പൊന്നോ, ആടിട്ടെപ്പ വരും നിൻ്റങ്ങളമാര് പൊന്നോ. ഈ പാട്ട് ഒരുപാടുണ്ട്, മൊത്തം പാടാനൊന്നും ഈ സമയം. ഇത് ഗംഭീരമായി. കാരണം നമുക്ക് ഒരുപാട് നമ്മുടെ നാടിൻ്റെ പാട്ടിനെ ഒക്കെ ഓർക്കാൻ കഴിയുന്ന ഒരു വലിയ അനുഭവം തന്നെയാണ് രാവിലെ തന്നത്. വലിയ സന്തോഷം. താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട്. ഗംഭീരമായി. ഒട്ടും പ്രതീക്ഷയില്ല. കാരണം ഇങ്ങനെ വന്ന് അപ്രതീക്ഷിതമാണല്ലോ. നമ്മൾ കാണുന്നു, സംസാരിക്കുന്നു, അതിൽ നിന്നൊരു പാട്ടുണ്ടാവുന്നു. റിട്ടയർഡ് ആയാലും പ്രൊഫസറാണ് അല്ലേ? നമസ്കാരം. അത് ശരി, സുഹൃത്തല്ലേ പഠിപ്പിച്ചത്. എന്തുവാടേ രാവിലെ? പറഞ്ഞേക്കാം. ലെസ്ലിയാണോ ശ്രദ്ധിക്കണം, ക്ലീറ്റസ് സാർ അന്വേഷിച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഹാജരാവേണ്ടതാണ് കേട്ടല്ലോ. അല്ല, ലെസ്ലി മനുവിന്റെ ചോദ്യം ഇത് വന്നിട്ടില്ല. ലെസ്ലി പണ്ടേ ഇങ്ങനെയാണോ എന്ന്. ഇതാണ് സാറിനോട് ലെസ്ലിയെ കുറിച്ച് മനു ചോദിച്ചതാണ് കേട്ടോ. വന്നു കഴിഞ്ഞു. ലൈവായിരുന്നു. ചേട്ടനെ ലോകം മുഴുവൻ കണ്ടു. കലാഭവൻ ആളുകൾ ബാബു എഴുതിയിരിക്കുന്നു, കലാഭവൻ മണിയുടെ പാട്ട് ഗംഭീരം എന്ന് പറഞ്ഞു. എല്ലാവരും ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. നല്ല പാട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ലൈവിൽ കണ്ടുകൊണ്ട് ആളുകൾ നമ്മളോട് സംസാരിക്കുകയാണ്. മനസ്സിലായില്ലേ? അതെ, ഇതൊക്കെ സംഗതി വേറെ ലെവലല്ലേ. കൈവിട്ടുപോയി. അതൊക്കെ വേറെയാ. പിന്നെ പഴയ യൂണിവേഴ്സിറ്റി കലോത്സവ പ്രതിഭയാണ്. കുറച്ച് ഫേസ്ബുക്കിൽ നോക്കി ഇത് തകർത്ത് കിടക്കുന്നത് കാണാം. ഓക്കെ.
അതെ 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 അതെ. അപ്പൊ ഇന്നത്തെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെ കൊണ്ട് ഇത്ര പറ്റുള്ളൂ. അപ്പൊ സന്തോഷം. ഇതിപ്പോ വൈറലായെന്ന് മാത്രമല്ല വൈറലും ചെലവുമായ അവസ്ഥ. ഓക്കെ, ഏതായാലും അപ്പൊ താങ്ക് യു, എല്ലാവർക്കും സന്തോഷം. ഇത്രയൊക്കെ ചെയ്യാൻ പറ്റൂ. അപ്പൊ ഈ ചെലവിന് എങ്ങോട്ടാ അടുത്തത് പോകുന്നേ? എവിടോട്ടാ? എങ്ങോട്ടാ? അല്ല, ഞാൻ ഈ രാവിലത്തെ ചെലവിനെ കുറിച്ചാണ് പറഞ്ഞത്. വൈകുന്നേരത്തെ ചെലവല്ല, രാവിലത്തെ